പ്രീ അനസ്തെറ്റിക് കെയർ തൊട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞ് ഇവിടെ ID ചെക്കൊക്കെയാണ് ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള കാര്യം. റൈറ്റ് പേഷ്യന്റ് ആണോ എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ പേഷ്യന്റിനെ ആദ്യം ചെക്ക് ചെയ്ത് പേഷ്യന്റ് ചെക്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ പേഷ്യന്റിനെ അനസ്തറ്റൈസ് ചെയ്യുന്നത്. അനസ്തറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് തിയേറ്ററിലോട്ട് ചെയ്യുന്നത്. നമ്മൾ കാം ആൻഡ് വിജിലൻ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിൻ്റെ ജീവൻ വരെ അഫക്റ്റ് ആവും. നമ്മളും അനസ്തെറ്റിസ്റ്റ് ODPയും ഒരു അനസ്തെറ്റിസ്റ്റും ഉണ്ടാവുള്ളൂ ഒരു തിയേറ്ററിൽ. അപ്പം നമ്മളെ അസിസ്റ്റ് ചെയ്യാനോ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ വേറെ ആളുണ്ടാവില്ല. അപ്പം നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലാണ് ഫ്ലോർ പേഴ്സൺ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. രാവിലെ പേഷ്യന്റ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇന്ന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പേഷ്യന്റ് പിന്നെ കോമോർബിഡിറ്റീസ് എന്തൊക്കെ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, നമുക്കൊരു മുന്നേ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ പേഷ്യന്റ് വരുന്നതിന് മുമ്പ് എന്തും സംഭവിക്കാൻ നെക്സ്റ്റ് മൊമെന്റിൽ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ കേസസ് പോയിക്കൊണ്ട്. ഇപ്പോൾ റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ